നമ്മുടെ നാട്ടിൽ ഒരു കുറ്റകൃത്യം നടന്നാൽ അത് തെളിയിക്കാൻ നമ്മൾ ആദ്യം ആശ്രയിക്കുക ആ പ്രദേശത്തുള്ള നിരീക്ഷണ ക്യാമറകളാകും അല്ലേ. ഇനിയിപ്പോൾ നിരീക്ഷണ ക്യാമറകൾ ഇല്ലാത്ത സ്ഥലത്താണ് എന്തെങ്കിലും സംഭവിക്കുന്നതെങ്കിലോ വലിയ ബുദ്ധിമുട്ടാകും. എന്നാൽ ആ ഒരു ബുദ്ധിമുട്ട് ഒരു പരിധി വരെ കുറയ്ക്കുകയാണ് നമ്മുടെ രാജ്യത്തിന്റെ പുതിയൊരു നീക്കത്തിലൂടെ. വാർത്ത ഞാൻ വിശദമാക്കാം. പ്രിയ പ്രേക്ഷകർക്ക് പേജ് റൂട്ടിലേക്ക് സ്വാഗതം. നേരെ കാര്യത്തിലേക്ക് വരാം. ഞാൻ നേരത്തെ പറഞ്ഞ തരത്തിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ജലാശയങ്ങൾക്കടിയിലാണ് സംഭവിക്കുന്നതെങ്കിൽ എന്തു ചെയ്യും? അവിടെ നിരീക്ഷണ ക്യാമറകൾക്ക് സാധ്യതയില്ലാത്തൊരു മേഖല കൂടിയാണ്. എന്നാൽ അവിടെയും ക്യാമറ വെക്കാൻ ഒരുങ്ങുകയാണ് നമ്മുടെ ഇന്ത്യ മഹാരാജ്യം. ആരും നെറ്റിച്ചുളിക്കേണ്ട കാര്യം കൃത്യമായി പറഞ്ഞുതരാം. നമ്മുടെ DRDOയുടെ കീഴിൽ നേവൽ സയൻസ് ആൻഡ് ടെക്നോളജിക്കൽ ലബോറട്ടറി എന്ന ഒരു സ്ഥാപനമുണ്ട്. അതിന്റെ സർവൈലൻസ് AUV പ്ലാറ്റ്ഫോമിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ഒരു മോഡുലാർ ഒതുക്കമുള്ള മാൻ പോർട്ടബിൾ ഓട്ടോണോമസ് അണ്ടർ വാട്ടർ വെഹിക്കിൾ എന്ന ഒരു വെള്ളത്തിനടിയിലൂടെ സഞ്ചരിക്കുന്ന ഒരു വാഹനം നിർമ്മിക്കുകയാണ് നമ്മുടെ രാജ്യം. ഈ വാഹനത്തെ AUV എന്നാണ് ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്നത്. സംശയാസ്പദമായ മൈൻ പോലെയുള്ള വസ്തുക്കളെ തത്സമയം തിരിച്ചറിയാൻ സഹായിക്കുന്ന സൈഡ് സ്കാൻ സോണാർ യൂണിറ്റുകളും സബ് സർഫസ് ക്യാമറകളും ഘടിപ്പിച്ച നിരവധി അണ്ടർ വാട്ടർ ഡ്രോണുകൾ ഈ അടുത്ത തലമുറ സംവിധാനത്തിൽ ഉണ്ട് എന്നതാണ് PTI റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അസാധ്യമെന്ന് കരുതുന്നത് പോലും സാധ്യമാക്കും നമ്മുടെ രാജ്യം എന്നതാണ് ഈ ഒരു അഭിമാനകരമായ വാർത്തയിലൂടെ നാം മനസ്സിലാക്കേണ്ടത്. ഈ ഉപകരണം വരുന്നതിലൂടെ മൈൻ കൗണ്ടർ മെഷർ, ആഴം കുറഞ്ഞ ജല ഇന്റലിജൻസ്, നിരീക്ഷണം എന്നീ ദൗത്യങ്ങൾ വളരെ അനായാസമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അതായത് നമ്മൾ വെള്ളത്തിനടിയിൽ ക്യാമറ കൊണ്ടുവയ്ക്കുകയല്ല, മറിച്ച് ക്യാമറ വെച്ച ഒരു വാഹനം വെള്ളത്തിനടിയിലൂടെ ഓടിച്ചുകൊണ്ടാണ് അതിനടിയിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. സമുദ്ര അടിത്തട്ടിലെ അപാകതകൾ കണ്ടു മനസ്സിലാക്കാനും അവ സ്ഥിരീകരിക്കാനുമായി ഒരു 1.5 ക്യാമറ സെറ്റപ്പാണ് ഈ ഓട്ടോണോമസ് അണ്ടർ വാട്ടർ വെഹിക്കിളുകളിൽ സജ്ജീകരിച്ചിരിക്കുന്നത്. ഇതിനായി ഉയർന്ന റെസല്യൂഷൻ അണ്ടർ വാട്ടർ ക്യാമറ സംയോജിപ്പിക്കുന്ന ഒരു സെൻസർ നോസ് ഈ AUVയിൽ ഉണ്ട്. ഇതോടൊപ്പം ഒരു ഡോപ്ലർ വെലോസിറ്റി ലോഗ് കൃത്യമായ നാവിഗേഷനെയും കടൽത്തട്ടിനോട് ചേർന്ന് സ്റ്റേഷൻ സൂക്ഷിക്കുന്നതിനെയും പിന്തുണയ്ക്കുന്നു. സർവേ റൺ ചെയ്യുമ്പോൾ സ്ഥിരതയുള്ള ചലനവും കൃത്യമായ ജിയോ റഫറൻസിങ്ങും ഉറപ്പാക്കുന്നു. ഞാൻ ഇപ്പോൾ പറഞ്ഞത് എന്താണെന്ന് പലർക്കും മനസ്സിലായിട്ടുണ്ടാകില്ല. സിമ്പിളായി തന്നെ പറഞ്ഞു തരാം. വെള്ളത്തിനടിയിൽ എല്ലായിടത്തും നമുക്ക് GPS ലഭിക്കില്ല. അങ്ങനെയുള്ള സ്ഥലത്ത് അതുപോലെ പരമ്പരാഗത ഇനേഷ്യൽ നാവിഗേഷൻ വേഗത്തിൽ നീങ്ങുന്നതുമായ സോണുകളിലാണ് ഈ മേൽപ്പറഞ്ഞ സംയോജനം ഉപയോഗപ്പെടുന്നത്. അതുപോലെ തന്നെ ഈ അണ്ടർ വാട്ടർ വെഹിക്കിളിൽ ഒരു തിളക്കമുള്ള LED ഫ്ലാഷർ ലൈറ്റ് ഉണ്ട് കേട്ടോ. ഇത് വെറും ഒരു LED ലൈറ്റായി കണ്ട് തള്ളിക്കളയാനാകില്ല. കാരണം AUV ഉപരിതലത്തോട് അടുക്കുമ്പോൾ ഇതിനെ കരയിലേക്ക് വലിച്ചു കയറ്റാൻ ഈ LEDയുടെ വെളിച്ചം സഹായകമാകും. അതുപോലെ തന്നെ സുരക്ഷാ ഐഡന്റിഫയർ ആയും ഇത് പ്രവർത്തിക്കുന്നുണ്ട്. കൂടാതെ കുറഞ്ഞ വെളിച്ചത്തിലോ അല്ലെങ്കിൽ പൊടിപടലങ്ങൾ നിറഞ്ഞ അവസ്ഥയിലോ വിഷ്വൽ ട്രാക്കിംഗ് നല്ല രീതിയിൽ മെച്ചപ്പെടുത്തുന്നുണ്ട്. സോണാർ ഇമേജറി പ്രോസസ് ചെയ്യുന്നതിനും വിതരണം ചെയ്ത് സ്വാം പെരുമാറ്റം കൈകാര്യം ചെയ്യുന്നതിനും വേണ്ടി ഒരു AI ഡ്രിവൺ ഓൺ ബോർഡ് കമ്പ്യൂട്ടർ മിഡ് ബോഡി അല്ലെങ്കിൽ മിഷൻ ബേയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതായത് ഈ വാഹനം ഒരു നിർമ്മിത ബുദ്ധി സംവിധാനത്തിന്റെ സഹായത്തോടെയാണ് പ്രവർത്തിക്കുന്നത്. അതുപോലെ തന്നെ ഈ AI സംവിധാനം സജ്ജീകരിച്ചിരിക്കുന്നത് ഈ വാഹനത്തിന്റെ മധ്യഭാഗത്തായാണ്. ഈ പ്രോസസിംഗ് യൂണിറ്റ് AUV ക്ലസ്റ്ററിലുടനീളം ലക്ഷ്യ തിരിച്ചറിയൽ, അഡാപ്റ്റീവ് പാത്ത് പ്ലാനിംഗ്, തത്സമയ ഏകോപനം എന്നിവ കൈകാര്യം ചെയ്യുന്നു. അതായത് ഇവ സഞ്ചരിക്കുന്ന വഴിയിൽ ഒരു തടസ്സമോ മറ്റു ബുദ്ധിമുട്ടുകളോ നേരിട്ടാൽ ഇവ ഉടനടി മറ്റൊരു മാർഗം സ്വീകരിച്ച് അതിന്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിച്ചേരുമെന്നുള്ളതാണ്. ഈ ഒരു AI സംവിധാനത്തിലൂടെ കടലിനടിയിൽ എന്തൊക്കെ ഉണ്ട് എന്നുള്ളതും കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും കേട്ടോ.